UDFിന്റെ മന്ത്രിസഭാ രൂപീകരണത്തിൽ അനിശ്ചിതത്വം തുടരുകയാണ്. മന്ത്രിസ്ഥാനങ്ങൾക്കായി സമ്മർദ്ദം ശക്തമാക്കിയിരിക്കുകയാണ് രമേശ് ചെന്നിത്തല, KC വേണുഗോപാൽ പക്ഷങ്ങൾ. 2 മന്ത്രിമാരും ക്യാബിനറ്റ് പദവിയും ആവശ്യപ്പെട്ട് ജോസഫ് വിഭാഗവും 5 മന്ത്രിയിൽ ഉറച്ച് മുസ്ലിം ലീഗും കടുപ്പിക്കുമ്പോൾ ഇന്ന് ചേരുന്ന UDF യോഗം അതിനിർണായകമാണെന്ന കാര്യത്തിൽ സംശയമില്ല. അല്പസമയത്തിനകം യോഗം ആരംഭിക്കാൻ പോവുകയാണ്. രാജീവ് വിശദാംശങ്ങളുമായി തലസ്ഥാനത്ത് നിന്നും ചേരുകയാണ്. രാജീവ്, വളരെ സങ്കീർണമാണ് UDFിലെ കാര്യങ്ങൾ. കാരണം വിട്ടുവീഴ്ചയ്ക്ക് ആരും തയ്യാറല്ല. നമ്മൾ ആദ്യം ഘടകകക്ഷികളെ വിട്ട് നമുക്ക് ആദ്യം കോൺഗ്രസിലെ പ്രശ്നങ്ങൾ തന്നെ നോക്കാം. കാരണം മുഖ്യമന്ത്രി സ്ഥാനമോ നഷ്ടപ്പെട്ടു. അതിനാൽ മന്ത്രിസഭയിൽ പിടിമുറുക്കുക എന്ന അജണ്ട സ്വാഭാവികമായും KC RC വിഭാഗങ്ങൾക്കുണ്ടാകുമല്ലോ. അതിനുവേണ്ടിയുള്ള കരുക്കൾ വളരെ ശക്തമായി നീക്കുകയല്ലേ? ഗൗതം, തീർച്ചയായും തിങ്കളാഴ്ചയാണ് സത്യപ്രതിജ്ഞ നടക്കാനിരിക്കുന്നത്. അതിന് മുന്നോടിയായി തന്നെ ഈ മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട ചർച്ചകൾ അന്തിമ ഘട്ടത്തിലേക്ക് എത്തിക്കേണ്ടിയിരിക്കുന്നു. എന്നാൽ അത്തരത്തിലുള്ള ചർച്ചകൾ പുരോഗമിക്കുമ്പോഴും വലിയ രീതിയിലുള്ള പ്രതിസന്ധി ഇപ്പോൾ കോൺഗ്രസ് തന്നെ നേരിടുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. UDFിൻ്റെ കാര്യം പരിശോധിക്കുകയാണെങ്കിൽ കൂടുതൽ മന്ത്രിസ്ഥാനം ആവശ്യപ്പെട്ടുകൊണ്ട് ലീഗും അതുപോലെ തന്നെ കേരള കോൺഗ്രസ് രംഗത്ത് വരുന്നു. അതേസമയം തന്നെയാണ് കോൺഗ്രസിലെ പ്രതിസന്ധി രൂക്ഷമായി തന്നെ തുടരുന്നത്. രമേശ് ചെന്നിത്തലയും അതുപോലെ തന്നെ KC വേണുഗോപാലും യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും ഇനി തയ്യാറല്ല എന്ന് അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. മുഖ്യമന്ത്രി പദം ഏതായാലും ലഭിക്കില്ല എന്നുറപ്പായി VD സതീശനെ മുഖ്യമന്ത്രിയായി ഹൈക്കമാൻഡ് നിശ്ചയിക്കുകയും ചെയ്തിരിക്കുന്നു. കോൺഗ്രസ് കേന്ദ്ര നേതൃത്വം നിശ്ചയിക്കുകയും ചെയ്തിരിക്കുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് കൂടുതൽ മന്ത്രിമാരെ വേണമെന്ന ആവശ്യത്തിലേക്ക് KC വേണുഗോപാൽ എത്തിയിരിക്കുന്നത്. 8 മന്ത്രിമാരെയെങ്കിലും തനിക്ക് ലഭിക്കണമെന്ന ആവശ്യമാണ് KC വേണുഗോപാൽ മുന്നോട്ട് വെക്കുന്നത്. കഴിഞ്ഞ ദിവസമാണ് അദ്ദേഹം ഡൽഹിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് എത്തിയത്. തിരുവനന്തപുരത്തെ വസതിയിൽ ഇപ്പോഴും അദ്ദേഹമുണ്ട്. അദ്ദേഹത്തെ കാണാനായി അദ്ദേഹത്തിനൊപ്പം നിൽക്കുന്ന MLA-മാർ ഉൾപ്പെടെ അവിടേക്ക് എത്തുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും നിലവിൽ ഇപ്പോൾ കോൺഗ്രസ് കേന്ദ്ര നേതൃത്വത്തെ അദ്ദേഹം അറിയിച്ചിരിക്കുന്നത് 8 മന്ത്രിമാരെയെങ്കിലും തനിക്ക് വേണം, തനിക്കൊപ്പം നിൽക്കുന്നവരെ മന്ത്രിയാക്കണമെന്ന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. അതിൽ തന്നെ പ്രധാനപ്പെട്ട വകുപ്പുകൾ വേണമെന്ന ആവശ്യം കൂടി KC വേണുഗോപാൽ മുന്നോട്ട് വെക്കുന്നു. രമേശ് ചെന്നിത്തലയും യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന് അറിയിച്ചു കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ ദിവസം തന്നെ അദ്ദേഹം അതൃപ്തി വ്യക്തമാക്കിയതാണ്. VD സതീശനെ മുഖ്യമന്ത്രിയായി പ്രഖ്യാപിച്ചതിന് തൊട്ടു പിന്നാലെ അദ്ദേഹം തലസ്ഥാനം വിട്ടുപോകുന്നു, പിന്നീട് തിരിച്ചെത്തുന്നു. അതിനുശേഷമാണ് VD സതീശൻ ചില അനുനയ നീക്കങ്ങളൊക്കെ നടത്തുകയും കഴിഞ്ഞ ദിവസം രമേശ് ചെന്നിത്തലയുടെ വീട്ടിലേക്ക് എത്തി അദ്ദേഹത്തെ നേരിട്ട് കാണുകയും ചെയ്യുന്നത്. അദ്ദേഹത്തിൻ്റെ ശരീരഭാഷ നോക്കിയാൽ തന്നെ അറിയാം അദ്ദേഹം പൂർണ്ണ തൃപ്തനല്ല. ഈ അന്വയ നീക്കങ്ങളൊക്കെ നടക്കുമ്പോഴും അദ്ദേഹം ആവശ്യപ്പെടുന്നത് തനിക്കൊപ്പം നിൽക്കുന്നവർക്ക് നിർണായകമായ മന്ത്രിസ്ഥാനങ്ങൾ നൽകണമെന്നാണ്. അതിലൊന്ന് അൻവർ സാദത്താണ്, IC ബാലകൃഷ്ണനുണ്ട്. ഈ 2 പേർക്കും മന്ത്രിസ്ഥാനം ഉറപ്പായും നൽകണമെന്ന ആവശ്യം അദ്ദേഹം മുന്നോട്ട് വെക്കുന്നു. മാത്രമല്ല ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ ഇപ്പോഴും അനിശ്ചിതത്വം നിലനിൽക്കുകയാണ്. VD സതീശൻ ആഭ്യന്തര വകുപ്പ് വിട്ടു നൽകാൻ തയ്യാറല്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ട് രംഗത്ത് വന്ന ഒരു സാഹചര്യമുണ്ട്. അദ്ദേഹം കോൺഗ്രസ് കേന്ദ്ര നേതൃത്വത്തെ ഇക്കാര്യം അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും ആഭ്യന്തര വകുപ്പ് ലഭിക്കണമെന്ന ആവശ്യത്തിൽ രമേശ് ചെന്നിത്തല ഉറച്ചു നിൽക്കുന്നു. അതേസമയം തന്നെ KC വേണുഗോപാൽ 8 മന്ത്രിമാരെങ്കിലും തനിക്ക് വേണം, തനിക്കൊപ്പം നിൽക്കുന്നവരെ മന്ത്രിയാക്കണമെന്ന ആവശ്യത്തിൽ ഉറച്ചു നിൽക്കുന്നു. ഇതിൽ വലിയ പ്രതിസന്ധി ഇപ്പോൾ കോൺഗ്രസ് നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനൊപ്പമാണ് മുസ്ലിം ലീഗും കടുപ്പിക്കുന്നത്. മുസ്ലിം ലീഗ് ആവശ്യപ്പെടുന്നത് 5 മന്ത്രിമാരെയാണ്. മാത്രമല്ല വ്യവസായവും വിദ്യാഭ്യാസ വകുപ്പും ഉൾപ്പെടെ നിർണായകമായ സ്ഥാനങ്ങൾ ലഭിക്കണമെന്ന ആവശ്യം കൂടി മുസ്ലിം ലീഗ് മുന്നോട്ട് വെക്കുന്നുണ്ട്. 4 മന്ത്രിമാരെ നൽകാം എന്നാണ് നിലവിൽ കോൺഗ്രസ് അറിയിച്ചിരിക്കുന്നത്. ഇക്കാര്യത്തിലൊരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകണമെന്ന ആവശ്യം കൂടി നിലവിൽ കോൺഗ്രസ് ലീഗിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. പ്രധാനമായും കോൺഗ്രസ് പറയുന്നത് 4 മന്ത്രിസ്ഥാനം അതുപോലെ തന്നെ ഭരണപരിഷ്കാര ചെയർമാൻ സ്ഥാനം, ഈ സ്ഥാനം കൂടി നൽകാമെന്ന നിർദ്ദേശമാണ് നിലവിൽ കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്നത്. ഇതിൽ ഏതായാലും ലീഗ് ഇതുവരെ വഴങ്ങിയിട്ടില്ല. 5 മന്ത്രിസ്ഥാനം വേണം എന്ന ആവശ്യം തന്നെയാണ് ലീഗ് ഇപ്പോഴും മുന്നോട്ട് വെക്കുന്നത്. മാത്രമല്ല ലീഗിൻ്റെ കാര്യത്തിൽ നമുക്ക് നേരത്തെ തന്നെ അറിയാം, VD സതീശനെ മുഖ്യമന്ത്രിയാക്കിയത് തന്നെ ലീഗിൻ്റെ സമ്മർദ്ദം കൊണ്ടാണ്. കോൺഗ്രസ് കേന്ദ്ര നേതൃത്വത്തിൽ ഉൾപ്പെടെ ലീഗ് ശക്തമായ സമ്മർദ്ദം ചെലുത്തുകയും അതനുസരിച്ച് KC വേണുഗോപാലിനെ പോലും വെട്ടിയരിച്ചുകൊണ്ടാണ് VD സതീശനെ മുഖ്യമന്ത്രിയായി കൊണ്ടുവന്നിരിക്കുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ തന്നെ 5 മന്ത്രിസ്ഥാനം വേണമെന്ന ആവശ്യം നിലവിൽ കോൺഗ്രസ് കേന്ദ്ര നേതൃത്വത്തിന് മുന്നിലേക്ക് എത്തുമ്പോൾ അതിൽ എന്ത് തീരുമാനമുണ്ടാകും എന്നാണ് അന്തിമമായി അറിയേണ്ടത്. ഏതായാലും ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത് 4 മന്ത്രിസ്ഥാനം നൽകാം, ഇതിനൊപ്പം ക്യാബിനറ്റ് റാങ്കോടെ ഭരണപരിഷ്കാര ചെയർമാൻ സ്ഥാനം നൽകാമെന്നാണ്. ജോസഫ് വിഭാഗം ആവശ്യപ്പെടുന്നത് 2 മന്ത്രിസ്ഥാനമാണ്. 2 മന്ത്രിസ്ഥാനത്തിൽ കുറഞ്ഞ ഒരു വിട്ടുവീഴ്ചയ്ക്കും തയ്യാറല്ല എന്ന് ജോസഫ് വിഭാഗവും വ്യക്തമാക്കുന്നുണ്ട്. ഈ രീതിയിൽ വലിയ പ്രതിസന്ധി കോൺഗ്രസിലും അതുപോലെ തന്നെ UDFിലും തുടരുന്നു. ഇതിനൊപ്പം RSPയുടെ നേതൃയോഗം ഇപ്പോൾ തിരുവനന്തപുരത്ത് തുടരുകയാണ്. വളരെ നിർണായകമായ കൂടിക്കാഴ്ചകൾ തലസ്ഥാനത്ത് നടക്കുകയാണ്. നോക്കൂ, TK ഗോവിന്ദനെ പോലെ പഴയ മുതിർന്ന CPM-ന്റെ നേതാവ്, പാർട്ടിയെ വെല്ലുവിളിച്ച വ്യക്തി ഇപ്പോൾ വിജയിച്ച് നിയുക്ത MLA-ആയി രമേശ് ചെന്നിത്തലയുമായി കൂടിക്കാഴ്ച നടത്തുന്നു. അങ്ങനെ നിർണായകമായ കൂടിക്കാഴ്ചകൾ തലസ്ഥാനത്ത് നടക്കുന്നു. നേരത്തെ നമ്മൾ പറഞ്ഞു വന്നത് ഇന്ന് നടക്കുന്ന UDF യോഗം സംബന്ധിച്ചാണ്. ലീഗ് ഒരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നില്ല. ഒപ്പം കേരള കോൺഗ്രസിൻ്റെ ഡിമാൻഡുകളെ എങ്ങനെ മുന്നിടാനാണ് കോൺഗ്രസ് തീരുമാനിക്കുന്നത്? കാരണം 2 മന്ത്രിസ്ഥാനം വേണം, ചീഫ് വിപ്പ് സ്ഥാനം വേണം തുടങ്ങിയ ആവശ്യങ്ങൾ PJ ജോസഫ് ഉന്നയിക്കുന്നുണ്ടല്ലോ.
തീർച്ചയായും ഗൗതം, അത് തന്നെയാണ് ഏറ്റവും വലിയ ഒരു പ്രതിസന്ധിയായി നിലവിൽ കോൺഗ്രസിന് മുന്നിലുള്ളത്. അതായത് ലീഗ് 5 മന്ത്രിസ്ഥാനം ചോദിക്കുന്നു, 4 മന്ത്രിസ്ഥാനം നൽകാം എന്ന് കോൺഗ്രസ് പറയുന്നു. ഇതിനൊപ്പം തന്നെയാണ് 2 മന്ത്രിസ്ഥാനം വേണം, ചീഫ് വിപ്പ് സ്ഥാനം വേണമെന്ന ആവശ്യം കേരള കോൺഗ്രസ് ജോസഫ് വിഭാഗം മുന്നോട്ട് വെക്കുന്നത്. ഈ ആവശ്യത്തിൽ തട്ടി ഏതായാലും ചർച്ച ഇങ്ങനെ അനിശ്ചിതമായി നീണ്ടുപോവുകയാണ്. ഇക്കാര്യത്തിൽ ഒരു പരിഹാരം ഉണ്ടാക്കാൻ കഴിയും എന്ന പ്രതീക്ഷയിൽ കോൺഗ്രസ് മുന്നോട്ട് പോകുമ്പോഴും കാര്യങ്ങൾ അങ്ങനെയല്ല. യാതൊരു തരത്തിലുള്ള വിട്ടുവീഴ്ചയ്ക്കും മുസ്ലിം ലീഗ് തയ്യാറാകുന്നില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. മാത്രമല്ല മുസ്ലിം ലീഗ് കേന്ദ്ര നേതൃത്വത്തിൽ, കോൺഗ്രസ് കേന്ദ്ര നേതൃത്വത്തിൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ട് ഈ ആവശ്യം നേടിയെടുക്കുമോ എന്ന ഒരു കാര്യം കൂടി ഇനി കണ്ടറിയേണ്ടിയിരിക്കുന്നു. 11 മണിക്കാണ് UDF യോഗം ചേരുന്നത്. നിയുക്ത മുഖ്യമന്ത്രി വി ഡി സതീശൻ അല്പസമയത്തിനകം തന്നെ തിരുവനന്തപുരത്ത് എത്തും. അദ്ദേഹം കൊച്ചിയിലായിരുന്നു, അദ്ദേഹം അവിടെ നിന്ന് ഇവിടേക്ക് തിരിച്ചിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തും, അവിടെ നിന്ന് കന്റോൺമെന്റ് ഹൗസിലേക്ക് എത്തും. തുടർന്നാണ് കൂടിക്കാഴ്ചകൾ നടക്കുക. ഇപ്പോൾ നിർണായകമായ കൂടിക്കാഴ്ചകൾ നിലവിൽ പല നേതാക്കളുമായി നടന്നുകൊണ്ടിരിക്കുകയാണ്. KC വേണുഗോപാൽ, അതുപോലെ തന്നെ രമേശ് ചെന്നിത്തല, ഇതേപോലെ തന്നെ ലീഗ് നേതാക്കളൊക്കെ നിർണായകമായ കൂടിക്കാഴ്ചകൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇക്കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം ഉണ്ടാക്കാൻ കഴിയുമോ എന്ന് കാര്യം പരിശോധിക്കുകയാണ്. കഴിഞ്ഞ ദിവസം UDF യോഗം ചേർന്നെങ്കിലും ഇക്കാര്യത്തിൽ അന്തിമമായൊരു തീരുമാനം എടുക്കാൻ കഴിഞ്ഞിരുന്നില്ല. ഇതിനെ തുടർന്നാണ് ഇന്നും UDF യോഗം ചേരാൻ തീരുമാനിച്ചത്. മാത്രമല്ല ഈ മന്ത്രിസ്ഥാനത്തെ സംബന്ധിച്ച് അന്തിമമായൊരു തീരുമാനം എടുത്തെങ്കിൽ മാത്രമേ ഈ വകുപ്പുകൾ ഏതൊക്കെ എന്ന കാര്യത്തിൽ ഇനി തീരുമാനിക്കാൻ കഴിയൂ. അങ്ങനെ ഒരു പ്രതിസന്ധി നിലനിൽക്കുന്നുണ്ട്. ലീഗ് ആവശ്യപ്പെടുന്നത് വ്യവസായം, വിദ്യാഭ്യാസം എന്നിവയാണ്. നേരത്തെ വിദ്യാഭ്യാസം നൽകാനാകില്ല എന്നൊരു നിലപാട് കോൺഗ്രസ് സ്വീകരിച്ചിരുന്നു. അത് അംഗീകരിക്കാൻ കഴിയില്ല എന്നും ലീഗ് നിലവിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. മുൻപ് വിദ്യാഭ്യാസം തങ്ങൾക്കായിരുന്നു, അതുകൊണ്ട് തന്നെ ഇത്തവണയും വിദ്യാഭ്യാസം വേണമെന്ന ആവശ്യം മുന്നോട്ട് വെച്ചിരിക്കുകയാണ്. ഇതിനൊപ്പമാണ് RSPയും സമ്മർദ്ദം ശക്തമാക്കുന്നത്. നേരത്തെ ഒരു MLA ആയിരുന്നു തങ്ങൾക്കുണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ 4 MLAമാരുണ്ട്, ഒരു സ്വതന്ത്രനടക്കം 4 MLAമാരുണ്ട്. അതുകൊണ്ട് കൃത്യമായ പരിഗണന മുന്നണി ലഭിക്കണമെന്ന ആവശ്യമാണ് RSP മുന്നോട്ട് വെക്കുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ തവണ തൊഴിൽ വകുപ്പാണ് നൽകിയെങ്കിൽ ഇത്തവണ ശക്തമായൊരു വകുപ്പ് നൽകണമെന്ന ആവശ്യം കൂടി RSP മുന്നോട്ട് വെക്കുന്നുണ്ട്. അതായത് കൂടുതൽ മന്ത്രിസ്ഥാനങ്ങൾ ആവശ്യപ്പെടുന്നില്ല, ശക്തമായ വകുപ്പ് വേണമെന്ന ആവശ്യമാണ് RSP മുന്നോട്ട് വെക്കുന്നത്. ഇക്കാര്യങ്ങളെല്ലാം തന്നെ UDF യോഗത്തിൽ ചർച്ചയാകാനുള്ള സാധ്യത നിലനിൽക്കുകയാണ്. വളരെ പ്രതിസന്ധി തന്നെ UDF യോഗത്തിലും ഉണ്ടാകാനാണ് സാധ്യത. നിലവിൽ ലീഗ് നിലപാടിൽ ഉറച്ചു നിൽക്കുകയും കേരള കോൺഗ്രസ് 2 മന്ത്രിസ്ഥാനവും ചീഫ് വിപ്പ് പദവിയും വേണമെന്ന ആവശ്യം മുന്നോട്ട് വെക്കുകയും ചെയ്യുകയാണെങ്കിൽ വീണ്ടും ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നീണ്ടേക്കാം. തിങ്കളാഴ്ചയാണ് സത്യപ്രതിജ്ഞ നടക്കേണ്ടത്. അതാണ് ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി. ഇനി ഒരു ദിവസം മാത്രമാണ് ശേഷിക്കുന്നത്. ഏതായാലും രമേശ് ചെന്നിത്തലയും KC വേണുഗോപാലും കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കുമ്പോൾ മുസ്ലിം ലീഗും കേരള കോൺഗ്രസും UDFനെയും പ്രതിസന്ധിയിലാക്കുകയാണ്. ഗൗതം, ഓക്കെ, അത് തന്നെയാണ്. ഒരു ഭാഗത്ത് കോൺഗ്രസിനകത്ത് ഗ്രൂപ്പിസം വലിയ പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ്. KC വേണുഗോപാൽ, രമേശ് ചെന്നിത്തല വിഭാഗം കൂടുതൽ മന്ത്രിസ്ഥാനങ്ങൾ ഉറപ്പിക്കാനുള്ള ശ്രമം നടക്കുന്നു. എന്നാൽ തന്നെ വീണ്ടും തഴയുകയാണ് എന്ന ചില പ്രതികരണങ്ങൾ രമേശ് ചെന്നിത്തലയുടെ ഭാഗത്ത് നിന്ന് നേരിട്ടല്ലാതെ വന്നിരിക്കുന്നുവെന്ന് കൂടി നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇത് കൂടാതെയാണ് ഘടകകക്ഷികൾ, പ്രത്യേകിച്ച് മുസ്ലിം ലീഗ് വിലപേശൽ തന്ത്രവുമായി, സമ്മർദ്ദ തന്ത്രവുമായി ഈ സ്പേസ് കൃത്യമായി ഉപയോഗിക്കുകയാണ്. രാജീവാണ് വിശദാംശങ്ങളുമായി ചേർന്ന്. ഇനി